നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണം കട്ടവർ നെട്ടോട്ടം തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ശബരിമല വിഷയത്തിൽ പ്രതിഷേധം ആളിക്കത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷായുടെ വീട്ടിൽ ഓടിക്കയറിയിരിക്കുകയാണ് എന്ന ഒരു വലിയ ട്രോളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. പിണറായി വിജയൻ ഡൽഹിയിലെത്തിയതിനെ വിമർശിച്ചും പരിഹസിച്ചും കൊണ്ടാണ് പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിറയുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ തിടുക്കപ്പെട്ട് ഡൽഹിയിലേക്ക് പോയതിനെക്കുറിച്ച് CPM-ഉം അതുപോലെ തന്നെ സർക്കാരും ഔദ്യോഗികമായി പറയുന്നത് വയനാട് ദുരന്തത്തിൽ കേന്ദ്രം മുഖം തിരിച്ചു നിൽക്കുന്നതിൽ പ്രതിഷേധമറിയിക്കാനും വയനാടിന് കൂടുതൽ സഹായങ്ങൾ നൽകണം എന്ന് പറയാനും വേണ്ടിയാണ് അതിന്റെ ചർച്ചകൾ നടത്താനാണ് പോയത് എന്നാണ്. എന്നാൽ അതിന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഔദ്യോഗിക വസതിയിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഒരു രഹസ്യ ചർച്ച നടത്തുന്നത്? വയനാടിന്റെ കാര്യത്തിന് വേണ്ടി പോകുകയാണെങ്കിൽ പ്രധാനമായും സംസാരിക്കേണ്ടത് ധനമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ടാണ്. എന്നാൽ അത് മാറ്റി നേരെ പോയിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടിയാണ്. ഇത് മാത്രമല്ല, അസാധാരണമായ ചില സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടക്കുന്നത്. അങ്ങനെ പൊതുവെ ആരുമായും ഔദ്യോഗിക വസതിയിൽ അമിത്ഷാ കൂടിക്കാഴ്ച നടത്താറില്ല. അതുപോലെ ധനമന്ത്രി KN ബാലഗോപാലും മുഹമ്മദ് റിയാസും ഡൽഹിയിലുണ്ട്. ഇരുവരെയും ഒഴിവാക്കി മുഖ്യമന്ത്രി നേരിട്ടാണ് അമിത്ഷായുടെ അടുക്കെ പോയി ഒരു ചർച്ച നടത്തുന്നത്. ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു ചർച്ചയാണ് കേരളത്തിൽ നടക്കുന്നത്. കാരണം ശബരിമല വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും വിശ്വാസികളും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. കേന്ദ്ര ഏജൻസി കേരളത്തിൽ കാലുകുത്താതിരിക്കാൻ പിണറായി ഒരു മുഴം മുന്നേ എറിഞ്ഞതാണ് എന്നാണ് പരിഹാസം വരുന്നത്. അതായത് ശബരിമല വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ കാല് പിടിക്കാൻ പിണറായി പോയി എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ ചർച്ച വഴിതിരിഞ്ഞ് പോയിരിക്കുന്നത്. എന്തായാലും തിടുക്കപ്പെട്ട് മുഖ്യമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തുന്നത് വയനാടിന്റെ കാര്യത്തിലുള്ള പൊള്ളലുകൊണ്ടൊന്നുമല്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷായെ കണ്ട മുഖ്യമന്ത്രി നാളെ പ്രധാനമന്ത്രിയെയും കാണുന്നുണ്ട്. വിവാദ വിഷയങ്ങളോടൊന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് BJP നേതൃത്വത്തിലെ 2 പ്രധാനികളെയാണ് പിണറായി വിജയൻ കണ്ടത്. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം കൂടുതൽ സഹായം അനുവദിക്കണമെന്നതാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തിലെ പ്രധാന ആവശ്യമെന്നാണ് ദേശാഭിമാനിയും അതുപോലെ തന്നെ കൈരളിയും ഒക്കെ പൊലിപ്പിച്ച് കാണിച്ചിരിക്കുന്നത്. പുനർനിർമ്മാണത്തിന് 2000 കോടിയായിരുന്നു കേരളം ചോദിച്ചതെങ്കിൽ ഇതുവരെ 206.56 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. ഹൈക്കോടതിയിലെ കേസിലും കടുത്ത നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. പിണറായിയെ കാണാൻ അമിത്ഷായും മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി. അവിടെയാണ് സംശയങ്ങൾ ഉയരുന്നത്. സാധാരണ ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ ആഭ്യന്തര മന്ത്രാലയത്തിലാണ് നടക്കാറ്. അപൂർവ അവസരങ്ങളിൽ മാത്രമേ ഔദ്യോഗിക വസതിയിൽ അമിത്ഷാ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി കൊടുക്കാറുള്ളൂ. മുഖ്യമന്ത്രി അമിത്ഷായെ കണ്ടത് കൃഷ്ണമേനോൻ മാർഗിലെ വസതിയിലാണ്. മന്ത്രിമാരായ KN ബാലഗോപാലിനെയും മുഹമ്മദ് റിയാസിനെയും പൂർണ്ണമായും ഒഴിവാക്കി. മുഹമ്മദ് റിയാസിനെ കൊണ്ടുപോയില്ലെങ്കിലും വയനാടിന്റെ കാര്യത്തിൽ സംസാരിക്കാൻ പോകുമ്പോൾ ധനമന്ത്രിയെ കൂടെ കൂട്ടാമായിരുന്നു. പക്ഷേ അതും ഒഴിവാക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ ചീഫ് സെക്രട്ടറി മാത്രമാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നത്. അമിത്ഷായുമായി മുഖ്യമന്ത്രി ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചുവെന്നും ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾ വട്ടം കൂടിയിട്ടും ഒരക്ഷരം മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. അമിത്ഷായുമായി ഒരു രഹസ്യ ചർച്ച നടത്തുന്നതിന് വേണ്ടിയാണ് മറ്റു മന്ത്രിമാരെ ഒഴിവാക്കിയത് എന്നുള്ള ഒരു ആക്ഷേപവും വരുന്നുണ്ട്. എയിംസ് എന്ന ആവശ്യവുമായാണ് ആരോഗ്യമന്ത്രി JP നദ്ദയെ മുഖ്യമന്ത്രി കണ്ടത്. മുണ്ടക്കൈ ചൂരൽമല പ്രത്യേക സാമ്പത്തിക പാക്കേജ്, ദേശീയപാത വികസനം, കേരളത്തിന് എയിംസ് തുടങ്ങിയ വിഷയങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയിലെ ദൗത്യം എന്നാണ് CM-ന്റെ ഓഫീസ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ, റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരങ്ങൾ. പ്രധാനമായും വയനാട് ദുരന്ത നിവാരണത്തിനായുള്ള ധനസഹായമാണ് കൂടിക്കാഴ്ചയിലെ അജണ്ട എന്ന് എടുത്തെടുത്ത് ഇപ്പോൾ CPM-ഉം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് എന്ന ആവശ്യം നേരത്തെ തന്നെ കേരളം മുന്നോട്ട് വെച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള MP-മാർ നേരിട്ടായിരുന്നു ആഭ്യന്തരമന്ത്രിയെ കണ്ട് നിവേദനം നൽകിയത്. എന്നാൽ കേന്ദ്രം അനുവദിച്ചത് 260 കോടി രൂപയായിരുന്നു. ഇതിൽ അതൃപ്തി ഉണ്ട് എന്നും നേരിട്ട് കണ്ട് ചർച്ചയ്ക്കുമാണ് മുഖ്യമന്ത്രി പോയിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പോയത് എന്ന് പറയപ്പെടുമ്പോഴും കേരളത്തിൽ ചർച്ച മറ്റൊരു വഴിക്കാണ്. അതായത് ശബരിമലയുടെ വിഷയം മൂട്ടിൽ തട്ടിയിട്ട് പിണറായിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചൂട് പിടിച്ചോടിയതെന്നും CBI അന്വേഷണത്തിന് കേന്ദ്രം ഉത്തരവിടരുതേ എന്ന് ആഭ്യന്തരമന്ത്രിയുടെ കാല് പിടിക്കാനാണ് പോയത് എന്നുള്ള ചില വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്.
ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലുള്ള സംഘത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട്. S. ശശിധരൻ IPSന്റെ നേതൃത്വത്തിലുള്ള SIT-യിൽ വാകത്താനം SI അനീഷ്, കയ്പമംഗലം SI ബിജു രാധാകൃഷ്ണൻ, തൈക്കാട് സൈബർ പോലീസ് സ്റ്റേഷൻ ASI സുനിൽകുമാർ എന്നിവരാണ് അംഗങ്ങൾ. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും SIT പ്രവർത്തിക്കുക. നിലവിൽ അന്വേഷണം നടത്തിവരുന്ന ദേവസ്വം വിജിലൻസ് നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം ശനിയാഴ്ച മുതൽ ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കളുടെ പരിശോധന ആരംഭിക്കും. മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് KT ശങ്കരനാണ് സ്ട്രോങ് റൂം അടക്കമുള്ളവ പരിശോധിക്കുക. ജസ്റ്റിസ് ശങ്കരൻ ഞായറാഴ്ച സന്നിധാനത്തെത്തി പുതുതായി സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളും പരിശോധിക്കും. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയെ തിരുവനന്തപുരത്തേക്ക് വിളിച്ച് അന്വേഷണ സംഘം മൊഴിയെടുത്തിട്ടുണ്ട്. 2019 സ്വർണം പൂശിയ ശില്പങ്ങൾ 2025 വീണ്ടും പൂശിയതിനെക്കുറിച്ചും വിശദീകരണം തേടുന്നുണ്ട്. ഈ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ദേവസ്വം വിജിലൻസ് നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുക. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് മുന്നോട്ടു പോകാനാണ് ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. അതിനിടെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി തനിക്ക് ലഭിച്ചെന്ന റിപ്പോർട്ടുകൾ ബംഗളൂരുവിലെ വ്യവസായി വിനീത് ജെയിൻ നിഷേധിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സന്നിധാനത്ത് പോയിട്ടുണ്ട് എന്നത് ശരിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കാണാതായതിനെ തുടർന്നാണ് അവിടുത്തെ അമൂല്യ വസ്തുക്കളുടെ പട്ടിക തയ്യാറാക്കാൻ ജസ്റ്റിസ് KT ശങ്കരനെ ഹൈക്കോടതി നിയോഗിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.